ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു വൈകുന്നേര ചായ കടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തട്ടുകട സ്പെഷ്യൽ ഉള്ളിവടയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 സവാള എടുത്തു വച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസാണ് 8 സവാള എടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ തൊലിച്ച് കഴുകി നമുക്ക് വളരെ തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിത് അരിഞ്ഞെടുത്തിട്ട് വരാമേ. ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വേറൊരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ സവാള മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഞെരടി കൊടുക്കണം. സവാള ഓരോന്നോരോന്നായി വിട്ട് വരണം. അതുവരെ നന്നായിട്ട് ഞെരടിയെടുക്കണം. സവാള വിട്ട് വന്നിട്ടുണ്ട്. സവാള നന്നായിട്ട് തിരുമ്മി അതിലുള്ള ജ്യൂസെല്ലാം വെളിയിൽ വരണം. സവാള നന്നായിട്ട് സോഫ്റ്റായി വരണം. നന്നായിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. സവാള എല്ലാം നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കുറച്ച് കരിവേപ്പില ചെറുതായിട്ട് മുറിച്ചും വച്ചിട്ടുണ്ട്. സവാള ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൊടികളിലൂടെ ചേർക്കാം. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഞാനിട്ടത് അല്പം കൂടിപ്പോയി. ആദ്യം ഇട്ട ആ സ്പൂണിലിട്ട മുളക് പൊടി മാത്രം മതി. കുറച്ച് ഗരം മസാലയാണ് ചേർക്കുന്നത്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം, അല്ലെങ്കിൽ ഇഞ്ചി ചേർക്കാം, അല്ലെങ്കിൽ ഇഞ്ചിയോ അതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം ചേർക്കുന്നവരുമുണ്ട്. അതുപോലെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ പക്ഷേ അല്പം ഡിഫറൻ്റായിട്ട് അല്പം ഗരം മസാലയാണ് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരു 1/4 കപ്പ് മൈദാമാവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറേശ്ശെ ഇട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കടലമാവ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ഇട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ മൈദാമാവ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഉള്ളി വട നമുക്ക് ഉരുട്ടിയെടുക്കാൻ പരുവം, അതാണ് അതിൻ്റെ യഥാർത്ഥ പരുവം. അതുവരെ നമുക്ക് മൈദാമാവിട്ട് കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിവടയ്ക്ക് മാവല്ല, ഉള്ളിയാണ് മുന്നിട്ട് നിൽക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ മാത്രം മാവിട്ട് കൊടുത്താൽ മതി. അത് ഉരുട്ടിയെടുക്കാൻ പരുവാവുന്നതുവരെ കുറേശ്ശെ മാവ് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. മാവ് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ വരണം. അതാണ് ആ മാവും ഉള്ളിയും കൂടെയുള്ള പരുവം, ഉള്ളിവടയുടെ പരുവം. എണ്ണ ചൂടാവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കൈ നനയ്ക്കാനായിട്ട് കുറച്ച് വെള്ളവും എടുത്തു വച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളിവടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉള്ളിവടയുടെ കൂടെ കുടിക്കാനായിട്ട് കട്ടൻ ചായയാണ് ഇന്നിട്ടിരിക്കുന്നത്. അപ്പം ഈ ഉള്ളിവട നല്ല സോഫ്റ്റാണ്. അകത്ത് നല്ല സോഫ്റ്റാണ്, പുറത്ത് നല്ല മൊരുമൊരുപ്പുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഞാൻ ഉള്ളിവടയും കട്ടനും കുടിച്ചിട്ട് വരാമേ. നിങ്ങളെല്ലാം ചായ കുടിച്ചോ? ഇത് നല്ല സോഫ്റ്റാണ് അകത്ത്. ഉള്ളിവട നല്ല വെന്തിട്ടുണ്ട്. അപ്പം ഇനിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.